അതെ ചേച്ചി, എന്താടി ചേച്ചി അറിഞ്ഞില്ലേ? എന്ത്? ഇവിടെ കുറെ സിനിമക്കാര് വന്നിട്ടുണ്ട്. ഓലെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. സിനിമക്കാരോ? അത് ധന്യേച്ചി അല്ല, അതിന്റെ അപ്പുറത്തെ വീട്ടില്. എന്താ ഇവിടെ ഒരു വട്ടമേശ സമ്മേളനം? അപ്പുറത്തെ വീട്ടില് സിനിമാക്കാര്. ആ, ഞാൻ വരുന്ന വഴി കണ്ടായിരുന്നു. അവരെ കുറിച്ച് നല്ല അഭിപ്രായം എന്നല്ല പറയുന്നേ. എനിക്ക് അവരെ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല കേട്ടോ. നല്ല വേല ഉണ്ടല്ലേ സാറേ? പിന്നെ അല്ലാണ്ട് ഓളൊരു ചാൻസ് ചോദിക്കല്. ദിനേച്ചി, എനിക്കൊരു ചാൻസ് വാങ്ങി തരുമോ? പിന്നെ അല്ല, നിനക്കല്ലാണ്ട് പിന്നെ ആർക്കാ ചാൻസ് വാങ്ങിയത്? ആ, ഇതാ ഞാൻ പറഞ്ഞ സിനിമാക്കാരെ. ഇത് ഓക്കേ. ഈ വീട് ഷൂട്ടിങ്ങിന് എടുക്കോ? ഇല്ല, കൊടുക്കുന്നില്ല. പെരട്ടത്തള്ളം. ഈ കുട്ടി കൊള്ളാം. ഈ കുട്ടിയാണ് നായിക. അപ്പൊ നമ്മുടെ അടുത്ത സിനിമയിലെ നായികയായിട്ട് കുട്ടീനെ ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നു. കൺഗ്രാചുലേഷൻസ്. സന്തോഷായില്ലേ? ഇല്ല, ഇവിടുന്ന് ആരും സിനിമയ്ക്ക് വരുന്നില്ല. ഓലൊരു സിനിമ എടുക്കാൻ പോവാം. ഒരു കലാബോധമില്ലാത്ത വർഗം. പൊട്ടം പൊട്ടിക്കല് തുടങ്ങി. ഇതേത് ഈ പുതിയ മാരണങ്ങള്? പണിയാണോ? എന്തിനാ കാണിക്കുന്നേ? നല്ലതാ. ഇന്നലത്തെ അടിയുടെ ബാലൻസ് ഒന്നും അല്ലല്ലോ. അറിയില്ലട്ടാ. എന്താ ഉദ്ദേശം? തോക്ക്. ഞാൻ തോൽക്കില്ല. സാറ് തോക്കില്ലെന്നല്ല, അവരുടെ കയ്യിൽ തോക്ക്. എന്തിന്? എന്നെ വിളിച്ചല്ലോ, ഞാൻ വെടിവെച്ചിടും. നിനക്ക് തെരിയാതെടാ. തോക്കുണ്ടല്ലോ അവരുടെ. ആരെ കൊല്ലാനാണാവോ? ചക്ക വീണ മാങ്ങ വീണു. അയ്യോ, എന്തൊക്കെ വീണിറക്കണ്. നിനക്ക് അറിയോ, ഞാൻ അങ്ങനെ ഒരുപാട് ആൾക്കാരെ വീഴ്ത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഈ അലവലാതി. എന്തോ പന്തികേടുണ്ടല്ലോ. ഇപ്പൊ തൽക്കാലം നീ മൊബൈൽ നോക്കിക്കോ. ഡോറാബൂജിന്നാ തോന്നണേ. അറിയില്ല. എത്ര സമയം? എന്ത് അവരിപ്പ വരും. പ്രശ്നക്കാരാണോ? ഏയ്, പ്രശ്നക്കാരല്ല, സിനിമാക്കാരാണോന്നൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും പോയോക്കാം. കിട്ടണൊക്കെ സാബു സാർ ഒറ്റയ്ക്ക് വാങ്ങിച്ചു. സാറേ നമസ്കാരം. നമസ്കാരം. അതെ, ചാൻസിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇന്നലെ ഇതിനുമ്പ് ഏത് വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാനൊരു തമിഴ് പടം ചെയ്തിട്ടുണ്ട്. എന്താ പടത്തിന്റെ പേര്? അഭിനയിച്ചിട്ടുണ്ടല്ലേ? തപ്പ് പണ്ടതേ ഇറങ്ങിയില്ല. അതിലെന്താ എന്തായിട്ട് അഭിനയിച്ചള? നായകൻ. അതെ, എത്ര കൊടുത്തു? 3 ലക്ഷം. ഇനിയും കൊടുക്കേണ്ടി വരും. എന്നിട്ട് പടം ഇറങ്ങിയോ? 3. എനിക്ക് ചാൻസ് കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. ആളുടെ കഴുത്തിലും കയ്യിലൊക്കെ സ്വർണ്ണുണ്ട്. നോക്കി കണ്ട് ചെയ്തോളട്ടെ. എന്താ പേര്? സുന്ദരൻ. നീ മൊത്തത്തിലൊരു സുന്ദരൻ ആണല്ലടാ. അപ്പൊ നാളെ നമ്മള് ഓഡിഷൻ വെച്ചിട്ടുണ്ട്.
അത് വരണം. സാറേ നാളെ എനിക്ക് വരാൻ പറ്റില്ല. അതെന്താ വരാൻ പറ്റാത്ത? എന്റെ ലോഡ്ജിൽ ഉദ്ഘാടനം. സ്വന്തം അതെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോ കുഴപ്പമില്ല, നിങ്ങളിപ്പോ നമ്മുടെ മെയിൻ ആളാണ്. അപ്പോ നമുക്ക് ഓഡീഷൻ ഇല്ലാണ്ട് അങ്ങോട്ട് സെലക്ട് ചെയ്യാം, അല്ല സാറേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമ്മുടെ പടത്തിലെ നായകൻ നീ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വർക്കും തിയേറ്ററിൽ ഇറങ്ങിയിരിക്കും, അല്ലേ സുൽഫിയ? അവനെ നായകനാക്കൂലേ നീയേ? തരാം, ശരിയാക്കി തരാം. സാറേ എനിക്കൊരു ചാൻസ്. നിനക്ക് ഞാനൊരു ചാൻസ് തരാം. ആദ്യം പോയി മരുന്ന് കഴിക്കേ. അല്ല താനേതാ? ഞാൻ വിക്രത്തിന്റെ ഡാൻസറാ. വിക്രത്തിന്റെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഏത് പടം? ഏതാ? നിറം നിറം കണ്ടിട്ടില്ല? പ്രായം തമ്മിൽ മോഹം തമ്മിൽ മാനം തമ്മിൽ ഓ അത് ഞാൻ വിചാരിച്ചു പച്ച മഞ്ഞ ചുവപ്പാ നിറായിരിക്കും. ആ പാട്ട്. ഇതിലേശം കൂടി തന്നെയാന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ രാക്ഷസി രാക്ഷസി രാക്ഷസി. അത് പാടേണ്ട ആവശ്യമില്ല. എന്റെ ഡാൻസ് കണ്ടുണ്ടോ? അപ്പൊ കാണാ. ഒഡീഷന് വിളിച്ചോ? അപ്പൊ പോരെ അവരും കൂടെ. ശരി, ഓക്കെ. പിന്നെ തോക്ക് ഒറിജിനലാണ്? കാണിച്ചു തരാലോ. ഈ തോക്ക് ഒറിജിനലാണ്. ഒറിജിനലാ? അപ്പൊ ഉണ്ടല്ലേ? ഉണ്ടെടുക്കാൻ മറന്നു പോയേ. എന്തായാലും സാറേ, എല്ലാവരും അപ്പൊ പോട്ടെ തോക്കെടുക്കാം. അപ്പൊ ശരി, ഓക്കെ. ഓക്കെ ഓക്കെ സാർ പോടാ. കേറ് കേറ്. ഓക്കെ സാറേ. അപ്പൊ നമുക്ക് ഓഡിഷൻ കാണാം. നല്ല രണ്ട് മണ്ടന്മാരായ അതന്നെ അത്. പോയാ ഭ്രാന്തന്മാര്. നിനക്കെടുത്ത് ഇപ്പൊ തരട്ടാ സാറേ. അപ്പൊ ഞാനല്ല നായകൻ. താനും നായകൻ തന്നെ. ഇതില് നായകന്മാരെ സമ്മേളന. എന്നെങ്ങനെ പറ്റിക്കാനാണ് ഈ ബാധപ്പ എങ്ങനൊന്ന് ഒഴിവാക്കുക? അല്ല സാറേ, ഇത്രയ്ക്കധികം നായകന്മാരായി കഴിഞ്ഞാ അവർക്കൊക്കെ ഉള്ള വില്ലന്മാരെ എവിടുന്ന് വരിക? മരിച്ചവര് വരേണ്ടി വരില്ലേ? വഴിയുണ്ട്. ഓ